ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ചിക്കൻ മന്തീൻ്റെ റെസിപ്പി ആയിട്ടാണ്. പല രീതിയിൽ ഞാൻ ചിക്കൻ മന്തി ഉണ്ടാക്കലുണ്ട്. പക്ഷേങ്കിൽ ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു മോഡലാണ്. ഈ ഒരു മോഡലിൽ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതലായിട്ട് ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ 3/4 കിലോ ചിക്കനാണ് എടുത്തത്. ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വാർന്നതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കുക. ഇങ്ങനെ എല്ലാ ചിക്കനിലും നന്നായി കുത്തി കൊടുത്തതിന് ശേഷം ഇതിൽ മസാല പുരട്ടിയെടുക്കണം. ആദ്യം തന്നെ ഈ ഒരു ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മാഗി ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മന്തി മസാലയാണ്. പിന്നെ കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ജീരകത്തിൻ്റെ പൊടി എന്തായാലും ചേർത്ത് കൊടുക്കണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ കളർ ഇട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിൽ മസാല എല്ലാം നല്ലോണം പിടിക്കുന്ന രീതിയിൽ ഇതൊന്ന് പുരട്ടിയെടുക്കാം. പിന്നെ ഉപ്പ് നമ്മൾ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല. മാഗി ക്യൂബിലുള്ള ഉപ്പ് തന്നെ മതിയാവും ഒരു അളവിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ ഇത് മസാല എല്ലാം നല്ലോണം പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. കൂടുതൽ സമയം വെക്കുന്നതോറും ഒന്നും കൂടി മസാല എല്ലാം നല്ലോണം പിടിച്ച് കിട്ടും. ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച സമയത്ത് ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഇത് റെഡിയാക്കാനുള്ള പാത്രം ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക. 5 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചത്. ഈ എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് നല്ല ജീരകം, പിന്നെ പെരുംജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്കായ, കുരുമുളക്, പിന്നെ ബേ ലീഫ് ഇതെല്ലാം ചേർത്ത് കൊടുക്കണം. നല്ല ജീരകത്തിൻ്റെ പകുതിയാണ് പെരുംജീരകം എടുക്കേണ്ടത്. നല്ല ജീരകം 1 ടീസ്പൂണെങ്കിലും എടുക്കണം. പിന്നെ മല്ലി പൊടിക്കാത്തതുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഇത് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൊട്ടി വരട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് വെല്ലുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരക്കപ്പോളം ഉണ്ടാവും ഇത്. പിന്നെ 1/2 കപ്പ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ഉണക്ക നാരങ്ങയും 3-4 പച്ചമുളകും ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ചതുക്കാണ്ട് ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് നന്നായി വാട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് കൊടുക്കുക. അങ്ങനെ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 തക്കാളി മിക്സിയിൽ അടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ ഇവിടെ അടിച്ചെടുത്തത്. ഇനി തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഇത് വേവിച്ചെടുക്കുക. അങ്ങനെ ഇതെല്ലാം നല്ല കറക്റ്റ് പാകത്തിന് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. മല്ലിയിലേൻ്റെ പകുതി മാത്രം എടുത്താൽ മതി, പുതിനയില. ഒരു 1/4 കപ്പ് മല്ലിയിലയും പിന്നെ അതിൻ്റെ പകുതിയായിട്ട് പുതിനയിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് മൊത്തത്തിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കനില്ല, അത് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ ചിക്കൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കുക. ഈ ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അരമണിക്കൂർ മുന്നേ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ്. സെല്ല ബസ്മതി റൈസാണ് ഞാൻ ഇവിടെ എടുത്തത്. 3/4 കിലോ തന്നെയാണ് അരിയും എടുത്തത്. ഇനി അരി വേവിക്കാനായിട്ടുള്ള വെള്ളം തിളപ്പിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും പിന്നെ 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക.
ഇനി ഇതിലേക്ക് ബേ ലീഫും പട്ടയും ഗ്രാമ്പും എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ഏലക്കായും 2 ഗ്രാമ്പും പിന്നെ ഒരു കഷ്ണം പട്ടയും ആണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് മാഗി ക്യൂബ്, ഒരു ക്യൂബിൻ്റെ പകുതി ഭാഗം ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം തിളച്ചതിന് ശേഷം 3/4 വേവാകുമ്പോൾ നമുക്ക് ചോറ് ഊറ്റിയെടുക്കണം. ഇപ്പോൾ ഇതാ ആ സമയം കൊണ്ട് ചിക്കൻ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം കൂടി വേകുന്നത് വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ മൂടി വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. എന്നിട്ട് ചിക്കൻ മൊത്തത്തിലൊന്ന് നന്നായി വേവിച്ചെടുക്കണം. അങ്ങനെ ഇതാ ചിക്കൻ നന്നായി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് ഞാൻ ചോറ് ഊറ്റിയെടുത്തിട്ട് അത് ഇനി ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കയ്യിലുകൊണ്ട് നന്നായി ഒന്ന് അമർത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ 2-3 പച്ചമുളക് ഇതുപോലെ കുത്തി കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ കുറച്ച് കലക്കിയിട്ട് അതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല, കളറും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിൽ പുകയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചിരട്ട കത്തിച്ചിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ ചിരട്ട കണലിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് പെട്ടെന്ന് തന്നെ മൂടി വെച്ച് കൊടുക്കുക. പുക പുറത്തു പോകാത്ത രീതിയിൽ നല്ല കനമുള്ള ഒരു മൂടി കൊണ്ട് ഒന്ന് മൂടി കൊടുക്കുക. ഇങ്ങനെ മൂടി വെച്ച് കൊടുത്തിട്ട് അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഇത് മൂടി തുറന്നെടുക്കുന്നത്. ഇനി ചോറ് മേലെ ഭാഗത്തുനിന്ന് വേറൊരു പാത്രത്തിലേക്ക് തട്ടിക്കൊടുക്കുക. മൊത്തം ചോറും ഇങ്ങനെ എടുത്ത് മാറ്റിയതിന് ശേഷം ചിക്കനും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ചിക്കനും ചോറും എല്ലാം മാറ്റി കൊടുത്തിട്ട് പിന്നെ ഈ മസാല നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ മസാല നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ എടുത്ത് മാറ്റിയ ചോറില്ലേ ഇതിൽ നിന്ന് അത് ഇതിലൊന്നും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ ഈ ഒരു മസാലയും ചോറും കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ചോറിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്ക്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും, നല്ല ടേസ്റ്റ് കൊണ്ടാണ്. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.